കൊല്ലം തേവലക്കരയിലാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. രാവിലെ സ്കൂൾ ടൈം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അപകടം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സ്കൂളിന് സമീപത്തുകൂടി അപകടകരമായി വൈദ്യുതി കമ്പി പോകുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ അപകടകരമായി ആ വൈദ്യുതി കമ്പി അങ്ങനെ തുടരുകയായിരുന്നു. അവിടെ കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് സ്കൂളിന്റെ മുകളിലേക്ക് വീണു. അത് എടുക്കാനായി സൺഷെയ്ഡ് പോലെയുള്ള ഭാഗത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഷോക്കേറ്റു എന്ന വിവരമാണ് വരുന്നത്. കുട്ടിയെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യകരമായ വാർത്തയാണ് തേവലക്കരയിൽ നിന്ന് വരുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് ഷോക്കേറ്റ് മരിച്ചത്. കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോക്കേറ്റത്. അപകടകരമായ അവസ്ഥയിൽ അവിടെ വൈദ്യുതി കമ്പി ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കണ്ണൻ, ഒരു കുട്ടി 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുക സ്കൂളിൽ നിന്ന് എന്ന് പറയുന്ന ഒരു വാർത്ത വരികയാണ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് അറിയുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വന്നതാണ് മിഥുൻ. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ ചെരുപ്പ് ഇതിന്റെ കൂരയിലേക്ക് വീണു. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ആ ചരിഞ്ഞ ഭാഗത്തേക്ക് കയറിയ സമയത്ത് ഷോക്കേറ്റു എന്നുള്ളതാണ്. ആ ഷോക്കേറ്റ് പരിക്കേറ്റ വിദ്യാർത്ഥിയെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. രാവിലെ സ്കൂളിലേക്ക് വന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ ചെരുപ്പ് ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീണ സമയത്തും അത് എടുക്കാനായി അവിടേക്ക് കയറിയതാണ്. ഈ ലൈൻ കമ്പി എങ്ങനെയാണ് ഈ കെട്ടിടത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു പരിശോധന അത്യാവശ്യമാണ്. ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ഈ കുഞ്ഞിന്റെ ബോഡിയുള്ളത്, മൃതദേഹമുള്ളത്. അത് മോർച്ചറിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ന് സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അവിടെ എത്തിയ സമയത്ത് ആ ചെരുപ്പ് സ്കൂളിന്റെ മുകളിലേക്ക് ആ ഭാഗത്തേക്ക് വീണു. ആ ഭാഗത്ത് നിന്ന് ചെരുപ്പെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഈ കുട്ടി നടത്തി. അങ്ങനെയാണ് ഷോക്ക് ഏൽക്കുന്നത്. അതിലൂടെ പോയ വൈദ്യുതി കമ്പിയിൽ പിടിച്ചപ്പോൾ ഷോക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. കാര്യം കുട്ടികൾ ഏറെ പഠിക്കുന്ന സ്കൂളാണ്. ആ തേവലക്കര സ്കൂളിലെ ക്ലാസ് മുറിയോട് ചേർന്ന് തന്നെ ഇത്തരത്തിലുള്ള വൈദ്യുതി കമ്പികൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അപകടമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറും. ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന ആവശ്യമാണ്. പ്രാഥമിക സംസാരിക്കുമ്പോൾ സ്കൂളിന് തൊട്ടടുത്തുകൂടി വൈദ്യുതി കമ്പി കടന്നു പോവുക, അത് സ്കൂളിനോട് ചേർന്ന് അപകടകരമായി നിൽക്കുക എന്നത് വലിയ ഗൗരവമുള്ള വീഴ്ച തന്നെയല്ലോ. ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായത് ഗൗരവമുള്ള അനാസ്ഥ മൂലമാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാവുന്നത്? ഏറ്റവും വലിയ അനാസ്ഥ എന്ന് പറയണം ഹരീഷ്. കാര്യം ഇതിന് സമയത്ത് ഒരു കുട്ടി ഒരു ചെരുപ്പ് വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുക്കുന്നതിന് സമയത്ത് ഷോക്ക് ഏൽക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് മറ്റോ ആ വൈദ്യുതി കമ്പിയിൽ പിടിച്ചിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെയെങ്കിലും അത്രയും അടുത്തുകൂടി വൈദ്യുതി കമ്പനി കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ. കണ്ണൻ, ഈ കെട്ടിടത്തിന് ഷീറ്റിന്റെ മേൽക്കൂരയാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുകയായിരുന്നു എന്ന് ചിലർ നാട്ടുകാർ പറയുന്നതായി അറിയുന്നു. ആ മേൽക്കൂരയിൽ നിന്നാണോ കുഞ്ഞിന് ഷോക്കേറ്റത്? മേൽക്കൂരയ്ക്ക് സമീപത്തുകൂടി പോയ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമിക വിവരം. നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നതേ ഉള്ളൂ. അതും ആ സ്ഥലത്തേക്ക് ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഷീറ്റിന്റെ സമീപത്തുകൂടി ആണ് വൈദ്യുതി കമ്പി കടന്നുപോയത്. ആ ഷീറ്റിലേക്കാണ് ചെരുപ്പ് ചെന്ന് വീണത്. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ വിദ്യാർത്ഥി നടത്തിയത്. മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി 13-കാരൻ നടത്തിയത്. ആ സമയത്ത് ആ കുട്ടിയുടെ ശരീരത്തിൽ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. അങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത്യന്തം ഗൗരവതരമായ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അത്യന്തം ദൗർഭാഗ്യകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടി വരുന്നത്. കൊല്ലം തേവലക്കരയിലാണ്, തേവലക്കര ബോയ്സ് സ്കൂളിലാണ് ഇങ്ങനൊരു അപകടമുണ്ടായത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രാവിലെ കളിക്കുന്നതിനിടയിൽ വൈദ്യുതാഘാതമേറ്റ് മരിക്കുകയായിരുന്നു. അതും സ്കൂളിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുനാണ് ജീവൻ നഷ്ടമായത്. ചെരുപ്പെടുക്കാൻ വേണ്ടി കയറുന്നതിനിടയിൽ ആ സ്കൂളിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഓടിട്ട ഷീറ്റുണ്ട്. ആ കെട്ടിടത്തിൽ നിന്ന് കളിക്കുന്നതിനിടയിൽ നിന്ന് ആ ഷീറ്റിലേക്ക് ചെരുപ്പ് വീഴുകയും അത് എടുക്കാൻ വേണ്ടി ആ ഷീറ്റിന് മുകളിലേക്ക് കുട്ടി ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആ KSEBിയുടെ ലൈൻ പോകുന്നത് നമുക്ക് കാണാം. അത് ഷീറ്റിനോട് ചേർന്നാണ്. അവിടെ നിന്ന് ഷോക്കേറ്റു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇത്രത്തോളം ഗൗരവമുള്ള വീഴ്ചയാണ്. ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായി എന്ന സാഹചര്യം, അങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പഴയ കെട്ടിടമാണ്, ഓടിട്ട കെട്ടിടമാണ്. അതിനോട് ചേർന്ന് ഷീറ്റിട്ട് ഒരല്പം മുന്നോട്ട് ഇറക്കിയിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലൂടെയാണ്
തൊട്ട് മുകളിലൂടെയാണ് ആ വൈദ്യുതി കമ്പി കടന്നു പോകുന്നത്. അത് എയ്ഡഡ് സ്കൂളാണെന്നാണ് മുട്ടിയില്ല എന്ന പ്രാഥമികമായി നിലയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. എയ്ഡഡ് സ്കൂളാണോ സർക്കാർ സ്കൂളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. തേവലക്കര ബോയ്സ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണെന്നാണ്, 5ാം ക്ലാസ് മുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്നൊക്കെയാണ് വളരെ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷെ ആ പിക്ചർ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെങ്കിൽ ആ കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിലുണ്ട്. അത് ഓടിട്ട കെട്ടിടമാണ്. അവിടെ നിന്ന് ആ കുഞ്ഞ് കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് ആ ഷീറ്റിലേക്ക് വീണു. അവിടെ നിന്ന് ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അതിനോട് ചേർന്നാണ് വൈദ്യുതി കമ്പി പോകുന്നത്. അവിടെ നിന്ന് അപകടം പറ്റിയതാണോ എന്നുള്ളതാണ് വളരെ പ്രാഥമികമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ. സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് കുട്ടിയിൽ നിന്ന് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏത് കുട്ടികളായാലും അവിടെ നിന്ന് കളിക്കും സ്വാഭാവികമാണ്. എന്തെങ്കിലും വീണാൽ ഇറങ്ങിയെടുക്കാം. അത്ര നീളത്തിൽ ഷീറ്റ് ഉണ്ട്. അതിന്റെ അപകട സാഹചര്യമൊന്നും ഒരുപക്ഷെ കുട്ടികൾ അങ്ങനെ ആലോചിക്കണമെന്നില്ല. ഇതൊരു ചെറിയ സൺഷെയ്ഡൊന്നുമല്ലോ, നീളത്തിൽ സ്ഥലമുണ്ട്. ചെരുപ്പെടുക്കാൻ വേണ്ടി പോയതാണ്. ഒരുപക്ഷെ കയ്യോ തലയോ തട്ടിയിട്ടുണ്ടാകാം വൈദ്യുതി കമ്പിയിൽ. അത്ര അടുത്തുകൂടിയാണ് അപകടകരമായ ആ വൈദ്യുതി കമ്പി കടന്നു പോകുന്നത്. കളിചിരിയോടുകൂടി കളിച്ചുകൊണ്ട് നിന്ന കുട്ടികൾ, അതിനിടയിലാണ് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന സ്ഥിതി തേവലക്കര സ്കൂളിൽ ഉണ്ടായത്. എത്രത്തോളം ഗൗരവമുള്ള വീഴ്ചയാണ് അവിടെ ഉണ്ടായതെന്നത് ഈ ഒറ്റ ദൃശ്യത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. നാട്ടുകാർക്കും അവിടുത്തെ PTA-ക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് എല്ലാവർക്കും കാണുന്ന സ്ഥലത്തുകൂടിയായിരുന്നു. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കാണേണ്ടത് തന്നെയായിരുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്, മിഥുൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് താഴേക്ക് വീഴുകയും അത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ KSB ലൈനിൽ നിന്ന് ഷോക്കേറ്റ് അപകടമുണ്ടായി, മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കൊല്ലം തേവലക്കരയിലാണ് ഈ ദാരുണമായ, ഇത്രയധികം നിർഭാഗ്യകരമായ ഒരു വാർത്ത ഉണ്ടാകുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വലിയ വാർത്തയാണ്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്.